ഇന്ന് വൈശാഖ മാസം 5-ാം ദിവസം. വൈശാഖ മഹാത്മ്യത്തിലെ പഞ്ചമോധ്യായമാണ് ഇന്ന് ഭഗവാന്റെ തൃക്കാൽക്കൽ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ധ്യാന ശ്ലോകം. ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ശിവരാമ ദേവദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗരി ദേവകീ സുതാ ജയ. ഓം തത്സത്. ശ്രീ വൈശാഖ മഹാത്മ്യം അത പഞ്ചമോധ്യായഃ. ആദിപുരുഷനഖിലേശ്വരൻ വിശ്വനാഥൻ വേദാന്തവേദ്യൻ വിഷ്ണു ഭഗവാൻ നാരായണൻ ലക്ഷ്മി വല്ലഭൻ മുന്നം കൽപ്പാന്തമായ കാലേ അക്ഷയ ജീവകോടി വംശസഞ്ജയം നിജം കുക്ഷിയിലാക്കി പ്രളയാർണവേ യോഗനിദ്ര സാക്ഷിയായി ചിരകാലം കഴിഞ്ഞോരനന്തരം ബോധനീശന്തകാലത്തു വേദങ്ങളാൽ ബോധിതനായി നാഥൻ ബോധവിഗ്രഹഭൂതൻ തന്നുടെ ജഡരത്തിൽ കിടക്കും ജീവസംഘം തന്നെ കണ്ടനുകമ്പാസാരവിഗ്രഹരീശൻ മുന്നമേ ചെയ്ത പുണ്യ പാപങ്ങൾ കൊത്തവണ്ണം തന്നെ ജീവാത്മാർക്കൊരു അനുഭവമാമെന്നു തന്നെ തന്തിരുള്ളം തന്നിൽ ചിന്തിച്ച നേരം തന്നെ തന്നാരു നാഭി തന്നിലുണ്ടായി ദുരു പത്മം വിരിഞ്ഞ പത്മം തന്നിൽ വിരിഞ്ചനുദിച്ചിതു വിരിഞ്ചൻ ചതുർദശ ഭുവനം സൃഷ്ടിച്ചിതു ഭിന്ന കർമാശന്മാരായുള്ളൊരു ജന്തുവൃന്ദം തന്നെയും നാനാവിധം ത്രിഗുണ പ്രകൃതിയാൽ നിർമ്മിച്ചു മര്യാദ ഭേദങ്ങളും ബഹുവിധം നിർമ്മല വർണ്ണാശ്രമ ഭേദവും ധർമ്മഭേദം എന്നിവ കൽപ്പിച്ചുടൻ പിന്നെയും ചതുർവേദം തത്ര സംഹിത സ്മൃതി സൽപുരാണേതിഹാസേ വിസ്വജ്ഞാന രൂപങ്ങളും തന്നദീപന്മാരെയും വിജ്ഞാനാത്തായ മുനിമാരെയും ആജ്ഞാപിച്ചു. ലോകനായകനുടെ യാജ്ഞയാൽ തൽപരന്മാരാം പ്രവർത്തകന്മാരായി മേവും കാലം ഉൽപ്പലേക്ഷണനായ ഭഗവാൻ നാരായണൻ ഉത്ഭൂവിലകീലശനോത്തമരുദീനാനേവം പ്രജാവൃന്ദം മതാജ്ഞാകരന്മാരായി തന്നെ ഇപ്പോഴുണ്ടോ നീക്കമേ താനും വിശേഷിച്ചും ശില്പമായി ചെന്നു കണ്ടു ധരിച്ചു പോന്നിടുവാൻ അപ്പോൾ നല്ലവസരമെന്നോർത്തരുളിൽ ഞാൻ വർഷകാലത്തു തോയ ശീതപങ്കാതി കൊണ്ടു ദോഷവും കുറഞ്ഞു മര്യാദകൾ ലംഘിച്ചിടും വൈഷമ്യമല്ലോ തഥാ ദുർവൃത്തം കണ്ടാലേറ്റം ദോഷമേ വന്നുകൂടും പ്രജാവൃന്ദങ്ങൾക്കും അതിനാലനുഗമിച്ചിടുന്നേനില്ല ഞാനും ശകൽക്കാലേ ചെന്നു കാണുകയെങ്കിൽ അധികം ഭക്തോഫല കാക്ഷികളപ്പോൾ ചിലർ സുദൃഢവർഷശീല ഭീതന്മാരല്ലോ ചിലർ എന്നതു മൂലം ധർമാദികൾക്കു ശക്തി കുറഞ്ഞു അന്നു ഞാൻ ചെന്നു കണ്ടാൽ എനിക്കു കോപമുണ്ടാം. എന്നുടെ കോപം കൊണ്ടു മൽപ്രജകൾക്കു നാശം വന്നിടുമെന്നാലെന്നും പോകുന്നേനില്ല ഞാനും. ഭൂയോഗേമന്ത കാലേ ചെന്നു കാൺകിലോ ജനം ന്യായമെന്നിയെ നിദ്ര ചെയ്യും ഭാസ്കരോദയെ പൊയ്യല്ല കണ്ടാലുണ്ടാം കോപമെന്നുള്ളിലെന്നാൽ അയ്യോ മൽപ്രജകളെ എന്നുണ്ടോ കണ്ടിടാവൂ. ശിശിരേ എന്നാകിലോ വിത്രസ്ത ചിത്തന്മാരും നിശിത ശീതം കൊണ്ടു വശഹീനന്മാരല്ലോ വത്സനാദികൾ കൊണ്ടും ബഹുസു മുടിപ്പാരം വ്യസനം കൊണ്ടു ചിലർ ദശന താളത്തോടും കുശല പക്വ ഫല സൻസക്തന്മാർ ചിലർ അശുഭമെന്നു കണ്ടാൽ അതു ഞാൻ ചെയ്യുന്നില്ല. ആനന്ദകരമായ
വസന്ത കാലത്തിങ്കൽ ദീനങ്ങൾ ഒന്നുകൊണ്ടും ജനങ്ങൾക്കില്ല നൂനം. സ്നാനദാനാദിയാക കർമ്മങ്ങൾക്കെല്ലാം യോഗ്യം ഊനമില്ലാതെ സമ്പൽ കാലമെന്നതു മൂലം. സർവസമ്പത്തും സർവപുഷ്പങ്ങൾ കാലങ്ങളും സർവവസ്തുക്കൾ മറ്റും ഫലവുമുള്ള കാലം. എന്നാൽ ഞാൻ വസന്തേലി മോദം കൊണ്ടുപോയി ചെന്നാകിലവരുടെ ബുദ്ധിഭേദങ്ങൾ കാണാം എന്നുറച്ചെന്നു പുറപ്പെട്ടിട്ടുമയുമായി പന്നക വിശ്വശായി പന്നകരാജൻ. വനങ്ങൾ പുഷ്പങ്ങളും ഉദ്യാനമദ്രാദിയും മുനിമാർ മാവും പൂർണ്ണശാലകം ഗണങ്ങൾ. സ്ഥലഭേദവും ഭൂമിഭേദവും വയൽഭേദം ജലഭേദവും മൃഗനഗര നദീതടം. കൽപ്രജാവർണാശ്രമ ബുദ്ധിഭേദങ്ങളെയും കൽപ്രണയിനിയായ ദേവിക്കു കാട്ടിക്കാട്ടി പക്ഷീന്ദ്രകളാലുടനായി നിജ ഭക്തരോടും ദക്ഷിണാസംയുധമെഴുന്നള്ളിയിലുമന്തരിച്ചേ. സത്പ്രജാവൃത്തി ഭേദം കാൺമാനായ പൂജാക്ഷൻ 30 ദിനമത്ര വസിക്കും ഭൂമോനാഥൻ. അതു കാരണം വൈശാഖത്തിനു മുഖ്യമിടും. അതിനാൽ അനുയോഗ്യം സൽക്കർമാദികൾക്കെല്ലാം അകൃതമിന്ദു കൃതം എന്തെന്നും ആദിനാഥൻ. ശ്രുതിയാരെന്നതും ദുഷ്കൃതിയാരെന്നതും പ്രകൃതി എന്നു പിന്നെ വികൃതിയവമെന്നും. പ്രകൃതി പുരുഷന്മാരിക്ഷണം ചെയ്യുന്നാളിൽ സ്നാനം ജപഹോമാദി സൽക്കർമ്മവും വിഷമമില്ലാതൊരു ദാനങ്ങൾ ബഹുവിധം. ഭക്തിപൂജാദി നിജ ശുശ്രൂഷാദിയും ഭക്തവത്സലൻ കണ്ടാൽ ഏറ്റവും പ്രസാദിച്ചു. കേൾക്കുമേലനുഗ്രഹം നൽകിയിടും ദയാനിധി. കേൾക്കനീ വിഭോത്തമാ കേശവലീലാവേദം. മാധവൻ പരീക്ഷാത്തമെഴുന്നള്ളിടുന്നേരം മാധവ മാസേ മതം കലർന്നു നിജ വിദ്യ. ഭക്തിയും ബഹുമാന ശ്രദ്ധദാനാദി കർമ്മം ഇത്തരായുള്ള ജനത്തെ കണ്ടാലതിവേഗം ആയുസ്സും വർദ്ധിപ്പിക്കും. ഭൂപതി കേൾക്കാമതു വൈരിയെ ഭക്തിയോടും. മാധവേ പൂജിച്ചാലാകിന്യമാസം വിഷു പുനഃയാകിലും സഹിക്കും ദയാവരം. തന്നുടെ പ്രജകളെ കാൺമാനായി വന്നാൽ അന്നേരം അവനിഷ്ടമാവണ്ണം ശ്വസിച്ചാകിൽ ധന്യനാം അവൻ പ്രസാദിച്ചു ധാന്യാദി നൽകും എന്നുമേ പിഴക്കിലും ദണ്ഡിപ്പിച്ചിടുമല്ലോ. ലോകങ്ങൾക്കധിപതിയാണ്മാപതിയുടെ ആഗമ്യകാലീശാലാണ് ആഗമിക്കുന്ന കാലേ. സേവിക്കുന്നവർക്കീശൻ കൽപ്പകോപമാദാനൻ. സേവിച്ചിടാതവർക്കു വേഷ്ടിത ദാവാനലൻ. ഓം ശ്രീകൃഷ്ണായ നമ. മുഖ്യത വൈശാഖത്തിനറിക നൃപോത്തമ. ചൊൽക്കൊള്ളും മധ്യാങ്ങളെന്നു ഞാൻ ചൊന്നേനിപ്പോൾ. ഓം തത്സത്. ഇത് വൈശാഖ മഹാത്മ്യം പഞ്ചമോധ്യായ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം തത്സത്. വൈശാഖ മഹാത്മ്യം ഭഗവാന് സമർപ്പിക്കും.